മേടമാസത്തെ വരവേൽക്കാൻ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. നാടിനെ മഞ്ഞ പുതപ്പിച്ച് കണ്ണുകൾക്ക് കുളിർമയേകി സുന്ദരിയായി പ്രകൃതി. മേടമാസത്തിലെ വിഷു കേരളീയർക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവർഷത്തിനായി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ദിനം. പീതാംബരധാരിയായ ഉണ്ണിക്കണ്ണനെ കണി കണ്ടുണരുന്ന ദിനം. കൊന്നപ്പൂക്കളും ഫലമൂലാദികളും സ്വർണവും വെള്ളിയും പുതുവസ്ത്രങ്ങളും നാണയങ്ങളും വാൽക്കണ്ണാടിയും കൺകുളിർക്കെ കണ്ട് ഐശ്വര്യപൂർണമായ നല്ല നാളുകൾക്കായി കാർമുകിൽ വർണ്ണൻ്റെ മുൻപിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന ദിനം. നാടെന്നും കീർത്തി കേട്ട ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷു ആഘോഷങ്ങളും വിഷുക്കാഴ്ചകളും മനോഹരമാണ്. 7:30 വെളുപ്പിന് കുളിച്ച് ശുദ്ധമായി പ്രധാന വാതിൽ തള്ളിത്തുറന്ന് അകത്തു പ്രവേശിക്കുന്നവരെ കാത്തിരിക്കുന്നത് അവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മനോഹരമായ കണിയാണ്. വാകച്ചാർത്തണിഞ്ഞ കൃഷ്ണവിഗ്രഹത്തിന് മുൻപിൽ വിശദമായി തയ്യാറാക്കിയിരിക്കുന്ന വിഷുക്കണി. അതോടൊപ്പം ഓട്ടുരുളിയിൽ പ്രത്യേകമായി തയ്യാറാക്കി വച്ചിരിക്കുന്ന കണി ശ്രീകോവിൽ നട തുറന്ന് മണിനാദങ്ങളുടെ അകമ്പടിയോടെ ഭഗവാനെ കാണിക്കുന്ന ചടങ്ങാണ് നിർമാല്യം തൊഴുത് സായുജ്യമടയാൻ വരുന്ന ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുക. വളരെ പ്രാധാന്യമുള്ള ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക എന്നത് ഭഗവത് പ്രീതിക്ക് കാരണമാകും. ഓട്ടുരുളിയിലെ കണിയിലെ നിലവിളക്കിൽ തിരി തെളിയിച്ച് ഭഗവാനെയും ഉപദൈവങ്ങളെയും പള്ളിയുണർത്തി ഭക്തർക്കായി തുറന്നു കൊടുക്കുമ്പോൾ വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഭഗവാന്റെ സന്നിധിയിലെത്തി കൈനീട്ടം വാങ്ങുവാനും നാണയപ്പറയും അവിൽപ്പറയും ശർക്കരപ്പറയും നിറച്ച് കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുവാനും ഭക്തജനത്തിരക്കേറി വരുന്നു. ഏറ്റവും ഒടുവിൽ വയറ് നിറച്ച് വിഭവസമൃദ്ധമായ വിഷുസദ്യയുമുണ്ട് തിരികെ പോകുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ വിളയാടുന്നുണ്ടാകും.